പതുക്കെ കരുപിടിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുണ്ണീശോയുടെ കളിച്ചിരികളൊക്കെ സ്വന്തമാക്കി വരുന്ന സമയത്ത് മറിയത്തിന് ഏറ്റവും നന്നായി ശുശ്രൂഷകളൊക്കെ ചെയ്ത് കുടുംബം പതുക്കെ താളത്തിലേക്ക് തിരിയുന്ന സമയത്ത് ദൂതന്റെ അറിയിപ്പുണ്ടാവുകയാണ്. ഇതാ, കുഞ്ഞിനെ വധിക്കാൻ വേണ്ടി ഹെറോദോസ് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. കഴുത്തുറയ്ക്കാത്ത കുഞ്ഞിനെയും പ്രസവം കഴിഞ്ഞ് വയറുറയ്ക്കാത്ത അമ്മയെയും കൂട്ടിക്കൊണ്ട് ദൂരനാട്ടിലേക്ക് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ഔസേപ്പിതാവ് വീണ്ടും ഒരു സ്വപ്ന തകർച്ചയാണ് ഔസേപ്പിതാവിന് അവിടെ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നു, പുതിയൊരു നാട്ടിൽ ചെന്നു. ഒരു വിദേശിയെ പോലെ കടന്നു വന്ന ഒരുവൻ ആ നാട്ടിൽ തന്നെ തന്നെ പരിചയപ്പെടുത്തി താനൊരു തച്ചനാണെന്ന് അവരെ മനസ്സിലാക്കി കൊച്ചു കൊച്ചു ജോലികളൊക്കെ ഏറ്റെടുത്ത് അവിടെ പതുക്കെ പതുക്കെ വേലി പിടിക്കാൻ തുടങ്ങുന്ന സമയത്താണ് വീണ്ടും ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. തിരികെ പോകുക നസ്രത്തിലേക്ക്, അവിടെ ചെന്ന് പാർക്കുക എന്ന്. പുതിയ നാട്ടിൽ തന്റെ ജീവിതം കരുപിടിപ്പിക്കുവാണ് തന്റെ സ്വപ്നങ്ങളെല്ലാം വീണ്ടും തകർത്ത് തച്ചുടച്ച് അരികിലേക്ക് മാറ്റിവെച്ചിട്ട് ഔസേപ്പിതാവ് മറിയത്തെ കൂട്ടിക്കൊണ്ട് ഉണ്ണീശോയും കയ്യിലെടുത്ത് യാത്ര തിരിക്കുകയാണ് നസ്രത്തിലേക്ക്. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള പ്രവചനത്തിന്റെ പൂർത്തീകരണം പോലെ ജീവിതത്തിൽ ഔസേപ്പിതാവ് പൊരുത്തു വെച്ച ഒരു സ്വപ്നങ്ങളും അവനെ കുറിച്ചുള്ളത് പൂർത്തിയായിട്ടില്ല. ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ തന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം കൊരുത്തു വെച്ച സ്വപ്നങ്ങളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തന്റെ മുമ്പിൽ തകർന്നു വീഴുന്ന കാഴ്ച കണ്ടു നിൽക്കേണ്ടി വന്ന വ്യക്തിയാണ് ഔസേപ്പിതാവ്. പക്ഷേ മറ്റൊരു കാര്യം മറുവശത്ത് സംഭവിക്കുന്നുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ തന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്നടിയുന്നതിന്റെ മറുവശത്ത് ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിറവേറുന്ന കാഴ്ച അവൻ കണ്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. തന്റെ ജീവിതത്തെ കുറിച്ച് ഒരു യഹൂദ ചെറുപ്പക്കാരനെ പോലെ ഔസേപ്പിതാവ് കൊരുത്തെടുത്ത സ്വപ്നങ്ങൾ തകർന്നു വീഴുമ്പോൾ അതിന്റെ മറുവശത്ത് ദൈവം തിരഞ്ഞെടുത്ത, ദൈവം ഒരുക്കി വെച്ച പദ്ധതിയുടെ ഭാഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ചുരുൾ നിവർന്ന് നിവർത്തിയാകുന്നത് അവൻ കണ്ട് ആനന്ദിക്കുന്നുണ്ടായിരുന്നു മനസ്സിൽ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വലിയൊരു സത്യമാണ് ഇത്. ജീവിതത്തെ കുറിച്ച് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന, നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ കൺവെട്ടത്ത്, നമ്മുടെ വിരൽത്തുമ്പിൽ എന്ന പോലെ നാം അത് സ്വന്തമാക്കുന്നതിന്റെ തൊട്ടടുത്തെന്ന പോലെ തകർന്നു പോകുന്ന, ഇല്ലാതായി പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. എന്നാൽ കണ്ണു തുറന്ന് ഒന്ന് കാണാൻ ശ്രമിച്ചാൽ, മനസ്സിരുത്തി അതേക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ, ഒരുപക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന മറ്റൊരു വഴി അതിനരികിലൂടെ തെളിഞ്ഞു വരുന്നത് നമ്മൾ കണ്ട് മനസ്സിലാക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതുപോലെ സ്വപ്നം തകർന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ഹാഗാറിന്റെ ജീവിതമാണ്. തന്റെ യജമാനനായ അബ്രഹത്തിന് കുഞ്ഞില്ല എന്നൊരു സങ്കടത്തെ നിവർത്തിക്കാൻ വേണ്ടി ആ നാട്ടിലെ രീതി അനുസരിച്ച് അബ്രഹത്തിൽ നിന്ന് തന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഏറ്റുവാങ്ങി ആ കുഞ്ഞിന് ജന്മം നൽകി അവനെ സന്തോഷത്തോടെ അബ്രഹത്തിന് വേണ്ടി വളർത്താൻ തുടങ്ങിയ ദാസിയായ ഹാഗാർ സന്തോഷത്തോടെ തന്റെ സ്വപ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഇടയിലാണ് അബ്രഹത്തിന്റെ ഭാര്യ സാറ ഗർഭിണിയാകുന്നതും സാറായിൽ നിന്ന് ഹാഗാർ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നതും അവസാനം അബ്രഹം ആ ഹാഗാറിനെ സാറായുടെ അനുവാദത്തോടെ തന്നെ ആ ഭവനത്തിൽ നിന്ന് പുറത്താക്കി കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ശരണവുമില്ലാതെ തന്റെ മകനെയും കൈകളിലെടുത്ത് പ്രതീക്ഷകളെല്ലാം വച്ച് മരുഭൂമിയിലേക്ക് നടന്നു നീങ്ങുകയാണ് ഹാഗാർ. ദൈവം അവളുടെ പിറകെ ചെന്ന് അവളെ ചേർത്ത് പിടിക്കുകയും കൂട്ടിക്കൊണ്ടുപോവുകയും പുതിയൊരു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന കാഴ്ച വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. സ്വപ്നങ്ങൾ തകർന്ന വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഹാഗാർ. ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് സക്കറിയായെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. വിശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന ഒരു പുരോഹിതനാണ് സക്കറിയ. എലിസബത്ത് അവന്റെ ഭാര്യ. എല്ലാം തികഞ്ഞവരാണ് അവർ. സങ്കടമായി ഒന്നു മാത്രം അവരിൽ അവശേഷിച്ചു. അവർക്ക് ഒരു പിന്തുടർച്ചയില്ല, കുഞ്ഞ് ഇല്ല എന്നുള്ള സങ്കടം. ദേവാലയത്തിൽ വിശുദ്ധിയോടെ ശുശ്രൂഷകൾ ചെയ്യുകയും ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ ഒന്നുപോലും തെറ്റിക്കാതെ ജീവിതത്തിൽ നിവർത്തിക്കുകയും ചെയ്തിട്ടും ഈ ഒരു സങ്കടം മാത്രം അവന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. കുടുംബത്തെ കുറിച്ച്,
ഭാവിയെക്കുറിച്ച്, പിൻതലമുറയെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് സക്രിയായും എലിസബത്തും എത്തിച്ചേർന്നു. വാർദ്ധക്യം അതിന്റെ പാരമ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, തങ്ങളുടെ ജീവിതങ്ങൾക്ക് അവസാനമാകാറായി എന്ന ചിന്തയോടെ ആയിരിക്കുമ്പോഴാണ് ദൈവം ഇടപെട്ട് അവർക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിക്കുന്നത്. സ്വപ്നം തകർന്നു പോയിടത്തു നിന്ന് തിരിച്ചു വന്ന ഒരു വ്യക്തിയുടെ കഥയായി ഈ സക്രിയായുടെയും എലിസബത്തിന്റെയും കഥ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിലേക്ക് നിവർത്തി വയ്ക്കുന്നുണ്ട്. തകർന്നു വീഴുന്ന മറ്റൊരു സ്വപ്നത്തിന്റെ കഥ പഴയ നിയമത്തിലുള്ളത് അബ്രഹത്തിന്റെ ജീവിതത്തിൽ തന്നെയാണ്. അത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന്റെ ഫലമായി ദൈവം നൽകിയ കടൽ തീരത്തെ മണൽത്തരി പോലെയുള്ള സന്താനങ്ങളെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയുള്ള സന്താനങ്ങളുടെയും എണ്ണമെടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന അബ്രഹാം ഒരു കുഞ്ഞിനെ പോലും ഇല്ലാതെ സങ്കടപ്പെട്ടപ്പോൾ അബ്രഹത്തിന് ദൈവം നൽകിയ സമ്മാനം ഇസഹാക്ക്. ഒരു സുപ്രഭാതത്തിൽ ദൈവം അവരോട് ആവശ്യപ്പെടുന്നത് വലിയൊരു ത്യാഗമായിരുന്നു. തന്റെ സ്വപ്നങ്ങളുടെ ഭാണ്ഡത്തെ മുഴുവൻ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയിലേക്ക് പോവുക, ബലിയർപ്പിക്കാൻ വേണ്ടി. ദൈവം പറഞ്ഞതിന്റെ കാരണം അന്വേഷിക്കാതെ, എന്തുകൊണ്ട് എന്നൊരു തിരിച്ചു ചോദ്യം ചോദിക്കാതെ അബ്രഹാം രാത്രിയിൽ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വിറകും കത്തിയും തീയുമെല്ലാം കരുതി തന്റെ ശുശ്രൂഷയെ കുട്ടിക്കൊണ്ട്, വൃത്തിനെ കുട്ടിക്കൊണ്ട് യാത്ര തിരിക്കുകയാണ് മോറിയ മലയിലേക്ക്. മകൻ ചോദിച്ച ചോദ്യത്തിന് ദൈവം തരുമെന്നായിരുന്നു അബ്രഹത്തിന്റെ മറുപടി. അബ്രഹാം നടക്കുന്ന ഓരോ ചുവടുകളിലും അവന്റെ നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളെ കുറിച്ചുള്ള സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. അവൻ കടന്നു പോകുന്ന ഓരോ നാടുകളിലും ഈ മലയിലേക്കുള്ള യാത്രാമധ്യേ അവന്റെ കരച്ചിൽ കണ്ണീർ പൊഴിക്കാതെ ഉള്ളിൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു. ഈ മലയുടെ മുകളിൽ വന്ന് കുഞ്ഞിനെ ദൈവത്തോടുള്ള വിശ്വാസത്തെ പ്രതി ദൈവം തന്ന ദാനം ദൈവത്തിന് എന്ന ഭാവത്തോടെ, മനസ്സോടെ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെട്ടതും കുഞ്ഞിനെ രക്ഷിച്ച് ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ട് അവിടെ ആ സംഭവം പൂർത്തിയാകുന്നത്. പ്രിയമുള്ളവരെ, സ്വപ്നം തകർന്ന നിരവധി ആളുകൾ, ദൈവത്തിന് വേണ്ടി തങ്ങളുടെ സ്വപ്നങ്ങളെ മാറ്റി എഴുതിയ നിരവധി ആളുകൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരെല്ലാം സ്വപ്ന തകർച്ചകളുടെ മറുവശത്ത് ദൈവിക പദ്ധതികൾ ഒന്നിനു പിറകെ ഒന്നായി ചുരുൾ നിവർന്ന് പൂർത്തിയാകുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന രണ്ട് സംഭവങ്ങൾ. ഒന്നാമത്തേത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരാണ്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ കരുതിയിരുന്നവരാണ് അവരെന്ന് അവരുടെ യാത്രാ മധ്യയുള്ള സംസാരം നമ്മുടെ മുമ്പിൽ വെളിവാക്കുന്നുണ്ട്. തങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നതിന്റെ സങ്കടത്തിൽ ശിരസ് കുനിച്ച് അവർ നടന്നു പോകുന്നതിന്റെ ഇടയിലാണ് പണ്ടെങ്ങോ കണ്ട് മറന്നതുപോലെ ഒരു മുഖം, ഒരു വ്യക്തി അവർക്കൊപ്പം നടക്കാൻ തുടങ്ങിയത്. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ആ അപരിചിതൻ അവരോട് ചോദിച്ചത്. അവർ ആവേശത്തോടെ ചോദിച്ചു, നിനക്കിതൊന്നും അറിയില്ലേ? ജെറുസലേമിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത വ്യക്തിയാണോ നീ? ഞങ്ങൾക്കൊരു ഗുരു ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാ സംഭവങ്ങളും ഒന്നിനു പിറകെ ഒന്നായി അവർ പറയാൻ തുടങ്ങി. അവൻ ജനങ്ങൾക്കും പുരോഹിതന്മാർക്കും എല്ലാം സ്വീകാര്യനായ വ്യക്തിയായിരുന്നു. അവൻ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് അവർ